നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ യുവതലമുറ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതാണ്. മുൻപൊക്കെ വളരെ ചെറിയ ഒരു ശതമാനമായിരുന്ന ഇവരുടെ കണക്ക് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് 70% യുവജനങ്ങൾക്ക് വോട്ടിങ്ങിനോട് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം 2024 ജനുവരി മുതൽ ഈ വർഷം ജനുവരി 1 വരെയുള്ള വോട്ടർ പട്ടിക വാർഷിക പുതുക്കൽ പദ്ധതിയിൽ നിന്ന് സമ്മതിദായകരാകുവാൻ അർഹതയുള്ള കേരളത്തിലെ 70% യുവജനത വിട്ടുനിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വസ്തുത പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ നിലവിലുള്ള സംവിധാന പ്രകാരം ഒരാൾക്ക് എപ്പോഴാണോ 18 വയസ്സ് പൂർത്തിയാകുന്നത് അപ്പോൾ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ സാധിക്കും. ഇതിനനുസരിച്ച് ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കുകയും ചെയ്യും. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ മൊബൈൽ ഫോൺ മാത്രം മതി. ഓൺലൈനായി ഇത് ചെയ്യാം. സംവിധാനങ്ങളൊക്കെ ഇത്രയും ലളിതമാക്കിയിട്ടും ഈ കണക്കുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാവിയിലേക്ക് ആശങ്ക സൃഷ്ടിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് യുവജനങ്ങൾ മുഖം തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കിൽ കേരളത്തിലെ വോട്ടർമാരിലെ 58% 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ്. സ്ത്രീ പുരുഷ അനുപാതം നോക്കിയാൽ 1000 പുരുഷന്മാർക്ക് 1069 സ്ത്രീകളുമുണ്ട്. 18നും 19നും ഇടയിൽ പ്രായമുള്ളവർ 1.07% മാത്രമാണ്. ഇപ്പോൾ 2025 ജനുവരി 1 എന്ന തീയതിയിലെ മൊത്തം കണക്കു പ്രകാരം കേരളത്തിൽ ആകെ 2.25 കോടി ജനങ്ങളുണ്ട്. അതായത് 2,78,10,942 ജനസംഖ്യ. ഇതിൽ സ്ത്രീകൾ 1,43,69,092 പുരുഷന്മാർ 1,34,41,490 പേരുമാണ്. 360 ഭിന്നലിംഗക്കാരുമുണ്ട്. ഇനി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ചേർന്നിരിക്കുന്ന കന്നി വോട്ടർമാർ 63,544 www.con.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിന്റെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ വിവരങ്ങളുടെയൊക്കെ സംക്ഷിപ്ത രൂപം ഒന്ന് നോക്കാം. കേരളത്തിൽ ആകെ 25,409 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് 232 പോളിംഗ് സ്റ്റേഷനുകളാണ്. മരണപ്പെട്ടവർ, താമസം മാറിയവർ എന്നിങ്ങനെ 89,907 പേരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. 34,01,577 പേരാണുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് വയനാട്ടിലാണ്. 6,42,200 പേർ. ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ളത് മലപ്പുറത്താണ്. 17,907 പേർ. തിരുവനന്തപുരത്താണ് കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ളത്, 93 പേർ. കേരളത്തിലെ ആകെ പ്രവാസി വോട്ടർമാർ 90,144 കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്, 35,876 പേർ. 85 വയസ്സിന് മുകളിൽ പ്രായമായവർ 2,88,285 പേരാണ്. 18നും 19നും ഇടയിലുള്ളവർ 2,90,552 പേരാണ്. ഭിന്നശേഷിക്കാരുടെ കണക്ക് നോക്കിയാൽ 2,62,220 പേരുണ്ട്. പുതിയ സെൻസസ് ഇതുവരെ നടക്കാത്ത സാഹചര്യത്തിൽ 2011 സെൻസസിന് ആനുപാതികമായി നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ 3,60,63,000 ആണ് ജനസംഖ്യ വരേണ്ടത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രത്തൻ യു കേൽക്കർ പുറത്തുവിട്ട കണക്കിൽ ഏറ്റവും ആശങ്കയുണർത്തിയത് യുവജനങ്ങളുടെ വിമുഖതയാണ്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായി പഠനം നടത്തപ്പെടണമെന്നാണ് നിർദ്ദേശങ്ങൾ ഉയരുന്നത്. അസംബ്ലി തിരഞ്ഞെടുപ്പ് അടുത്തേക്ക് വരുന്ന കാലഘട്ടമായതിനാൽ ഈ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയൊരു പ്രതിഫലനം സൃഷ്ടിക്കും. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഇതിനായി ശ്രമിക്കുന്നതുമില്ല. ഇത് പൊതുവിൽ നോക്കിയാൽ 30 വയസ്സിന് താഴെയുള്ളവരിലാണ് കൂടുതലും പ്രകടമാകുന്നത്. അവർക്ക് രാഷ്ട്രീയത്തിലോ തിരഞ്ഞെടുപ്പുകളിലോ ഉള്ള താല്പര്യം കുറഞ്ഞിരിക്കുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയൊരു ബോധവൽക്കരണം നടത്തി ഈ കുറവ് നികത്തപ്പെടാനുള്ള ശ്രമം തുടങ്ങണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നത് യുവജനതയ്ക്ക് രാഷ്ട്രീയത്തിലോ ജനാധിപത്യത്തിലോ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. യാതൊരു വിശുദ്ധിയുമില്ലാത്ത നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന അഭിപ്രായമാണ് ചെറുപ്പക്കാർക്കിടയിലുള്ളത്. അഴിമതി, സ്വജനപക്ഷപാതം, മൂല്യച്യുതി, സംഘർഷങ്ങൾ ഇവയെല്ലാം പുതുതലമുറയെ രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി കഴിഞ്ഞു. മറ്റൊന്ന്,
ഇന്നത്തെ യുവതലമുറ അവരുടെ സ്വപ്നങ്ങളെല്ലാം വിദേശത്തേക്കായി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യ ലോകത്തേക്ക് എത്തിപ്പറ്റി കുടിയേറുക എന്ന ചിന്ത സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യം, രാഷ്ട്രീയം ഇവയുടെ ബാലപാഠങ്ങൾ പൊതുവെ മലയാളികൾ പഠിക്കുന്നത് കലാലയങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ഇന്നു നടക്കുന്ന കലാലയ രാഷ്ട്രീയത്തിലെ അക്രമങ്ങൾ, ക്രൂരതകൾ എന്നിവ പുതിയ തലമുറയെ അതിൽ നിന്നും അകറ്റിക്കഴിഞ്ഞു. താനും തൻ്റെ ലോകവും അത് മാത്രം മതിയെന്ന ചിന്തയിലേക്ക് യുവജനത മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് നിറമുള്ള സ്വപ്നങ്ങളുണ്ട്. അത് ഈ നാട്ടിൽ സഫലമാക്കുവാൻ കഴിയും എന്ന പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ചുറ്റും നടക്കുമ്പോൾ അവരെയും കുറ്റം പറയുവാനാകില്ല. യുവജനതയെ സമ്മതിദാന പ്രക്രിയയിലേക്ക് ആകർഷിക്കുവാനും ബോധവൽക്കരിക്കുവാനുമുള്ള പദ്ധതികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ രൂപം കൊടുക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വാർത്തയുമായി വീണ്ടും വരാം. ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.